കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവ് ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. 26-കാരനായ മകനെ കണ്ടുകിട്ടാത്തതിൽ അമ്മ രേഷ്മ കഴിഞ്ഞ ദിവസം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നടപടി. ഗൗതമിന്റെ അച്ഛനും മൂത്തേച്ചനും അപകടത്തിൽ മരിച്ചിരുന്നു. 7 ദിവസം മുൻപാണ് നീണ്ടകരയിൽ നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം അപകടത്തിൽപ്പെട്ടത്. തിരമാലകളിൽപ്പെട്ട 14 പേർ സഞ്ചരിച്ച വള്ളം മറിയുകയായിരുന്നു. അപകടത്തിൽ പുത്തൻതുറ സ്വദേശി രാജീവനാണ് ആദ്യം മരിച്ചത്. പിന്നാലെ കാണാതായ രാധാകൃഷ്ണന്റെ മൃതദേഹവും കണ്ടെടുത്തു. എന്നാൽ 26-കാരനായ ഗൗതം കൃഷ്ണയെ ഇതുവരെ കണ്ടെത്താനായില്ല. ഇവർ 3 പേരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. 7 ദിവസം കഴിഞ്ഞിട്ടും തന്റെ മകനെ കണ്ടെത്താനാവാത്തതിൽ ഗൗതമിന്റെ അമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. രേഷ്മയുടെ അച്ഛനും ഭർത്താവുമാണ് നേരത്തെ മരിച്ചത്. ഇന്നലെ പ്രതിഷേധമുയർത്തിയ രേഷ്മയോട് ഫിഷറീസ് ഉദ്യോഗസ്ഥരും കോസ്റ്റൽ പോലീസും ചർച്ച നടത്തിയിരുന്നു. പിന്നാലെ പ്രതിഷേധം ശക്തമായതോടെ ഇന്ന് രാവിലെ മുതൽ വിദഗ്ധ സംഘം വീണ്ടും പരിശോധന നടത്തുമെന്ന് ഉറപ്പു നൽകി. ഇതിനു പിന്നാലെയാണ് രേഷ്മ പ്രതിഷേധം അവസാനിപ്പിച്ചത്. രാവിലെ മുതൽ നീണ്ടകര ഭാഗത്തെ കടലിലാണ് തിരച്ചിൽ നടക്കുക. കാലാവസ്ഥ പ്രതികൂലമായിരുന്നത് നേരത്തെ നടത്തിയ തിരച്ചിലിനെ ബാധിച്ചിരുന്നു. അതേസമയം 2 ദിവസങ്ങൾക്കിടയിൽ 3 ബോട്ടപകടങ്ങളാണ് തങ്കശ്ശേരി നീണ്ടകര ഭാഗങ്ങളിലായി നടന്നത്. ജനം, കൊല്ലം.